ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 127ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളെല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെൽഫോണിൽ ഏറ്റവും പുതിയ വാർത്തകളുമായിട്ടെത്തുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ തുടർന്നുള്ള പരിപാടികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞങ്ങളുടെ പ്രേക്ഷകരെ ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ ഓർപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ദയവായി അമർത്തി ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞ ഒരു വലിയൊരു വചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇന്ന് ലോകം മുഴുവനും അസമാധാനം നിറച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അമേരിക്ക, ഇറാൻ, ഇസ്രായേലൊക്കെ ആ യുദ്ധത്തിൻ്റെ പ്രധാന പങ്കാളികളായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുമ്പോൾ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഒത്തിരി ഉണ്ടാകാം. ന്യായമായ കാരണങ്ങളുണ്ടാകാം, ന്യായമല്ലാത്ത കാരണങ്ങളുണ്ടാകാം. ഇത് ഈ യുദ്ധത്തിലൂടെ അതിജീവിക്കുന്ന അനേകരുണ്ടാകാം. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. യുദ്ധമുണ്ടാകുവാൻ എളുപ്പമാണ്, അസമാധാനമുണ്ടാക്കുവാൻ എളുപ്പമാണ്. അത് ലോകരാഷ്ട്രങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പള്ളികളിൽ, സഭകളിലൊക്കെ അസമാധാനമുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ അതിൻ്റെ നടുക്ക് സമാധാനമുണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ, അത് ലോകത്തിൽ മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏത് തലത്തിലാണെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ നമ്മളൊരു സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുമെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു, അവരെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറാം, സമാധാനം ഉണ്ടാക്കുന്നവരായി മാറാം. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഉൾപ്പെട്ട് നിൽക്കുന്ന പള്ളികളിൽ അല്ലെങ്കിൽ സഭകളിൽ, അവിടെയൊക്കെ സമാധാനത്തിൻ്റെ വെളിച്ചവുമായി നമുക്ക് ചെല്ലാം, സമാധാനം ഉണ്ടാക്കുന്നവരായി മാറാം. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറുവാൻ നമുക്കിടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രധാന വാർത്തയിലേക്ക് കടക്കുന്നു. 7 ദിവസം മുമ്പ് ആരംഭിച്ച അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം ഇപ്പോഴും നീളുകയാണ്. ഒപ്പം യുദ്ധം പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. സമാധാന ദൗത്യങ്ങൾ വ്യക്തമായിട്ടില്ലെങ്കിലും ചില പിൻവാതിൽ ചർച്ചകൾ ആരംഭിച്ചത് ഒരു ശുഭ സൂചനയായി കാണുന്നുണ്ട്. സമാധാന പ്രതീക്ഷ നൽകുന്ന അത്തരം ചർച്ചകൾ ബാക്ക് ഡോറിൽ കൂടെ നടക്കുമ്പോഴും ഫ്രണ്ട് യുദ്ധത്തിൻ്റെ ശക്തമായിരിക്കുന്ന കരാള ഹസ്തങ്ങളിലാണ് ഇന്ന് ഗൾഫ് മേഖലകൾ. ഇറാൻ്റെ ആത്മീയ രാഷ്ട്രീയ നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം പോലും ഇതുവരെ നടന്നിട്ടില്ല. അത് സമാധാന അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. 1230 ഇറാൻ സ്വദേശികൾ മരിച്ചതായിട്ടാണ് ഔദ്യോഗികമായിരിക്കുന്ന കണക്കുകൾ ഞാൻ ഈ വാർത്തകൾ വായിക്കുമ്പോഴും വെളിയിൽ വന്നിരിക്കുന്നത്. വിശാഖപട്ടണത്തിൽ നിന്ന് ഇറാനിലേക്ക് വന്ന ഇറാൻ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത് വെച്ച് അമേരിക്ക മുക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. 87 പേരാണ് ആ കപ്പലിൽ മുക്കിയതോടുകൂടെ മരണപ്പെട്ടത്. 35 പേരെ ശ്രീലങ്കൻ സേന രക്ഷപ്പെടുത്തി. 60 പേർ ഇപ്പോഴും കാണാതായവരുടെ പട്ടികയിലുണ്ട്. മറ്റൊരു കപ്പൽ കൂടി ശ്രീലങ്കയുടെ തീരത്തേക്ക് അടുക്കുന്നതായിട്ടാണ് ഇന്ന് രാവിലെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം നിത്യോപക സാധനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരുവാൻ വൈകും എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങി സ്റ്റോക്ക് ചെയ്യണമെന്ന് ചില സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ദൈർഘ്യം നീളുന്തോറും, അതുപോലെ തന്നെ അതിൻ്റെ വ്യാപനം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും തോറും ലോക അന്തരീക്ഷം കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. പെന്തക്കോസ്തു നേതാക്കളിലെ പ്രമുഖനും സഭാ നേതാവുമായിരുന്ന പരേതനായ പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ മകൻ, വടവാതൂർ ഷാലിം ബൈബിൾ കോളേജിൻ്റെ ഡയറക്ടറും വേൾഡ് വിഷൻ ഇന്ത്യയുടെ മുൻ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ മാത്യൂസ് ഫിന്നിയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയം ജില്ലയിൽ വടവാതൂരിൽ വെച്ച് നടന്നു. ഫെബ്രുവരി 7 വെള്ളിയാഴ്ചയും 8-ാം തീയതി ശനിയാഴ്ചയും നടന്ന അനുസ്മരണ ശവസംസ്കാര ശുശ്രൂഷകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശനിയാഴ്ച നടന്ന ശുശ്രൂഷകൾക്ക്
ഷാലേം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഫിന്നി പഴൂർ നേതൃത്വം നൽകി. പ്രവാസി മലയാളികൾക്ക് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ നടത്തിയ മെമ്മോറിയൽ സർവീസ് മാർച്ച് 2 നടന്നു. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമായി നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാസ്റ്റർ റോയി വാകത്താനം, കുര്യൻ ഫിലിപ്പ്, പാസ്റ്റർ PC ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്ത് തങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ചു. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് വീണ്ടും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പ്രത്യേക മീറ്റിംഗ് മാർച്ച് മാസം 14 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലി വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് ഭാരവാഹികളായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ ഡോക്ടർ ഗ്രറ്റ എബ്രഹാം ദൈവവചനം സംസാരിക്കും. ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ചൊവ്വാഴ്ച നടക്കുന്ന മീറ്റിംഗ് മാർച്ച് മാസം 3 ചൊവ്വാഴ്ച പാസ്റ്റർ MG ജോൺസന്റെ വസതിയിൽ വെച്ച് നടന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ജോൺ ടി കുര്യൻ ദൈവവചനം സംസാരിച്ചു. FECC കൺവീനർ പാസ്റ്റർ സേവ്യർ ജെയിംസ് സമ്മേളനത്തിന് നേതൃത്വം നൽകി. 40ാമത് PC നാക്കിൻ്റെ ആഭിമുഖ്യത്തിലുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ള സഹോദരിമാരുടെ പ്രാർത്ഥന മാർച്ച് മാസം 4 ബുധനാഴ്ച നടന്നു. സിസ്റ്റർ ലുഡിയ മാത്യു, ഗ്രേസ് ജോർജ്, ബ്ലസ്സി എബ്രഹാം എന്നിവർ ഈ പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. 40ാമത് PC നാക്ക് കോൺഫറൻസ് ജൂലൈ മാസം ആദ്യവാരം ഷിക്കാഗോയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ സമ്മേളനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പല തലങ്ങളിൽ പല തീയതികളിലായിട്ട് പലരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും എല്ലാവരുടെയും പ്രാർത്ഥന മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി ഭാരവാഹികൾ ക്ഷണിച്ചിട്ടുണ്ട്. അനേക മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ വേദ പഠനം നടത്തുകയും അല്ലെങ്കിൽ വേദപഠനം പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ജെയ്മിസൺ സ്കൂൾ ഓഫ് തിയോളജിയുടെ ഡയറക്ടർ ഡോക്ടർ ബൈറൻ ജെയിംസൺ കഴിഞ്ഞ ദിവസം നിത്യതയിൽ പ്രവേശിച്ചു. നിരവധി മലയാളികൾ ഇതിനോടകം ഈ ബൈബിൾ തിയോളജിക്കൽ സെമിനാരിയിലൂടെ ദൈവവചനം പഠിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. ബൈറൻ ജെയിംസൺ ആയിരുന്നു അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പാസ്റ്റർ PC ചാണ്ടി ആണ് ബൈറൻ ജെയിംസൻ്റെ നിര്യാണ വാർത്ത ഫേസ്ബുക്കിലൂടെ ലോകത്തെ അറിയിച്ചത്. ഈ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. നിരവധി പേർ ഓൺലൈനിൽ കൂടെയും അല്ലാതെയും നേരിട്ട് വേദ പഠനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ജെയിംസൺ സ്കൂൾ ഓഫ് തിയോളജി. അതിൻ്റെ ഡയറക്ടറുടെ വിയോഗത്തിൽ ഞങ്ങൾക്കുള്ള ദുഃഖം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പെന്തക്കോസ്തു സഭകളെ കമ്മ്യൂണിറ്റിയായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് പെന്തക്കോസ്തു സഭയുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെയും കഴിഞ്ഞ ആഴ്ചയിൽ സന്ദർശിച്ച് നിവേദനം നൽകി. പാസ്റ്റർ ഫിലിപ്പി തോമസ്, പാസ്റ്റർ ഫിന്നി ജേക്കബ്, പാസ്റ്റർ TJ സാമുവൽ, പാസ്റ്റർ J ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും കണ്ട് സന്ദർശിച്ച് അവർക്ക് നിവേദനം നൽകിയത്. മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാൻ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 10 ചൊവ്വാഴ്ച ഏകദിന പ്രാർത്ഥന നടത്തുന്നു. സിയോൺ കുന്നിലുള്ള മുളക്കുഴിയിൽ സിയോൺ കുന്നിൽ വെച്ചാണ് ഏകദിന പ്രാർത്ഥന യോഗം നടത്തുന്നത്. പ്രയർ ബോർഡാണ് നേതൃത്വം നൽകുന്നത്. പാസ്റ്റർ അനീഷ് ഏലപ്പാറ, സജി മുട്ടം എന്നിവർ ഇതിന് നേതൃത്വം നൽകും. ലോകത്തിൽ നടക്കുന്ന യുദ്ധക്കെടുതികളുടെ ശമനത്തിനു വേണ്ടിയും ലോകത്തിൽ സമാധാനം വ്യാപരിക്കുന്നതിനു വേണ്ടിയും നടത്തുന്ന ഈ പ്രാർത്ഥനയിൽ അനേകർ പങ്കാളികളാകണമെന്ന് സംഘാടകർ ആഗ്രഹിക്കുന്നുണ്ട്. അഖിലേന്ത്യാ പാസ്റ്റേഴ്സ് കോൺഫറൻസ് നെടുമ്പാശ്ശേരി സിയാൽ എയർപോർട്ടിനടുത്തുള്ള കോൺഫറൻസ് സെൻറ്ററിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 17 ഏകദിന സമ്മേളനം നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ നടക്കുന്ന സമ്മേളനത്തിന് പാസ്റ്റർമാരായ സതീഷ് കുമാർ, D മോഹൻ, R എബ്രഹാം, KC ജോൺ എന്നിവർ നേതൃത്വം നൽകും. 2026 H1B വിസ അനുമതിയിൽ നേരിയ കുറവ് സംഭവിച്ചതായി റിപ്പോർട്ടുകൾ. USCISൻ്റെ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. എന്നാൽ അനുവദിക്കപ്പെട്ട H1B വിസയിൽ 71% ഇന്ത്യക്കാർക്കാണ് ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അമേരിക്കയിലെ ബഡ്ജറ്റ് എയർലൈനായ സ്പിരിറ്റ് എയർലൈൻസ് പ്രവർത്തനം തുടരും. ചെറിയ പുനഃസംഘടനയിലൂടെയാണ് അടച്ചുപൂട്ടൽ ഭീഷണി സ്പിരിറ്റ് എയർലൈൻസ് അതിജീവിച്ചത്. അമേരിക്കയിലെ ബഡ്ജറ്റ് എയർലൈനാണ്. ഏത് സ്ഥലത്തേക്കും പോകുന്നതിന് തുച്ഛമായ നിരക്കിൽ യാത്ര ചെയ്യാവുന്ന സ്പിരിറ്റ് എയർലൈൻസ് 2 പ്രാവശ്യം
ബാങ്ക്രപ്സി ഫയൽ ചെയ്തിട്ട് ഇത് പൂട്ടുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ചെറിയ പുനഃസംഘടനയിലൂടെ അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞതായിട്ടാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഗൾഫ് മേഖലയിൽ സംജാതമായിരിക്കുന്ന യുദ്ധം, US ഇറാൻ യുദ്ധം മലയാളി പ്രവാസികൾ വളരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. UAE, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലായി 35 ലക്ഷം മലയാളികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവരിൽ ഭൂരിപക്ഷം ആൾക്കാരും വളരെ പരിഭ്രാന്തരാണ്. പല സ്ഥലത്തു നിന്നും ആൾക്കാരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. നോർക്ക റൂട്ട്സ് പ്രത്യേക ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അവരുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നോർക്കയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം US എംബസി അടച്ചിട്ടുണ്ട്. PC നാക്കിന് വേണ്ടി അമേരിക്കയിൽ എത്തിച്ചേരുവാൻ ഇൻ്റർവ്യൂ ലഭിച്ച പലരുടെയും ഇൻ്റർവ്യൂ നീട്ടിവെച്ചതായോ ക്യാൻസലാക്കിയതായോ അറിയിച്ചതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. ഹോർമിസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം നിലച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ ഗ്യാസ് വില ഏകദേശം അടുത്ത സമയത്ത് 10 സെൻറ്റ് വർദ്ധിച്ചതായി CNN റിപ്പോർട്ടിൽ പറയുന്നു. ടെക്സസിലെ ഫോർട്ട് ബെൻഡ് കൗണ്ടിയിൽ നടന്ന പ്രൈമറി തെരഞ്ഞെടുപ്പിൽ കൗണ്ടി ജഡ്ജി ആയിരുന്ന മലയാളിയായ KP ജോർജും അതുപോലെ തന്നെ മറ്റൊരു കാൻഡിഡേറ്റ് ആയിരുന്ന ജൂലി മാത്യുവും അപ്രതീക്ഷിതമായി പരാജയം ഏറ്റുവാങ്ങി. 2 പ്രമുഖ മലയാളികൾക്കേറ്റ പരാജയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വാർത്തയായി. നവംബറിലാണ് പ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ സമരത്തിലാണിപ്പോൾ. മിനിമം ശമ്പളം 40,000 രൂപ പ്രതിമാസ ശമ്പളമാക്കണമെന്നും ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് UNAയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. അത്യാഹിത വിഭാഗങ്ങളിലുള്ളവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സമരം ശക്തമായിട്ട് തുടരുമെന്നാണ് UNA അറിയിക്കുന്നത്. 40,000 രൂപയാണ് മിനിമം ശമ്പളമായിട്ട് കേരളത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ആവശ്യപ്പെടുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കേരള ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഈ ശുപാർശകൾ നടപ്പാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് VHP രംഗത്ത് വന്നു. ഇതിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് VHPയുടെ ജനറൽ സെക്രട്ടറി ബജറംഗ് ലാൽ കൊച്ചിയിൽ പറഞ്ഞു. ക്രൈസ്തവ പീഡനം, ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ടാണ് VHP നിയമ നടപടി സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നത്. ഇറാനിൽ ക്രൈസ്തവർ പീഡിക്കപ്പെടുന്നതായി വാർത്തകൾ വരുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി ഇറാനിലുള്ള ക്രൈസ്തവർ പീഡനമേൽക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ യുദ്ധ അന്തരീക്ഷത്തിൽ കൂടുതൽ പീഡനങ്ങൾ ഇറാനിലെ ക്രൈസ്തവർ ഏൽക്കുന്നതായി അവിടെ നിന്നുള്ള ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇനി മറ്റൊരു വാർത്ത, സോളാർ കേസിൽ 49 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ച സിനിമ സീരിയൽ നടിയും നർത്തകിയുമായ ഷാലു മേനോൻ്റെ ഒരു അഭിമുഖ സംഭാഷണം ഇപ്പോൾ ശ്രദ്ധേയമാകുകയാണ്. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഷാലു മേനോൻ ഒരു കാര്യം പറയുന്നത്. മറ്റൊന്നുമല്ല, ഷാലു മേനോൻ ജയിലിൽ 49 ദിവസം കിടന്നപ്പോൾ മാനസികമായിരിക്കുന്ന വളരെ അസ്വസ്ഥതകളിലും ജയിലിൽ കിടന്നപ്പോൾ എല്ലാ ദിവസവും അവിടെ പ്രിസൺ മിനിസ്ട്രിയുടെ ആൾക്കാർ അവിടെ വരികയും ക്രൈസ്തവ ഗാനങ്ങൾ ആലപിക്കുകയും ബൈബിൾ വചനങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് തനിക്ക് ഉൾപ്പെടെയുള്ള അനേകർക്ക് ഒരു ആശ്വാസകരമായിരുന്നു എന്നാണ് ഷാലു മേനോൻ യൂട്യൂബിലൂടെ വെളിപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഇതുപോലുള്ള പ്രാർത്ഥനകൾ തുടരുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മതം മാറിയോ എന്ന് പോലും എന്നോട് പലരും ചോദിച്ചു എന്ന് അഭിമുഖത്തിൽ ഷാലു മേനോൻ പറയുന്നു. ഇവിടെ ഞാൻ പറയുന്നത്, ഈ വാർത്തയുടെ ഇവിടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനൊരു കാര്യം, പ്രിസൺ മിനിസ്ട്രി പോലുള്ള ജയിൽ ഇവാഞ്ചലിസം അല്ലെങ്കിൽ പ്രിസൺ മിനിസ്ട്രി അല്ലെങ്കിൽ ജയിലിൻ്റെ അകത്ത് തടവറയിൽ സുവിശേഷം അറിയിക്കുന്ന അനേക സംഘടനകൾ ഇന്ന് ലോകത്തിലുണ്ട്. നമ്മുടെ പല സംഘടനകളും അല്ലെങ്കിൽ സഭകളും ജയിലിൻ്റെ അകത്ത് ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് മതം മാറ്റത്തിന് വേണ്ടിയിട്ടല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ജയിലിൽ വീർപ്പ് മൂട്ടി കഴിയുന്നവർക്ക് ഒരു ആശ്വാസം നൽകുവാൻ, യേശുക്രിസ്തുവിൻ്റെ സമാധാന സന്ദേശം അവർക്ക് ലഭിക്കുവാൻ ഇടയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു ഉത്തരമായിരിക്കുന്ന ഒരു തെളിവ് ആണ് ഇതെന്ന് നമ്മുടെ പ്രേക്ഷകരായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഞങ്ങളിപ്പോൾ ഇവിടെ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതുപോലെ അനേകരെ യേശുക്രിസ്തുവിനെ തന്നെ കണ്ടെത്തുവാനും തങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാനും ഇടയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസമാണ് ദീർഘനാളുകൾ ജയിലിലേക്ക് കിടന്ന ഒരു അറിയപ്പെടുന്ന നക്സലൈറ്റ് ആയിരുന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ
അദ്ദേഹം അതുപോലെ തന്നെ ജയിലിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ മനുഷ്യനായി അദ്ദേഹം മാറിയെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നീട് ആ യേശുക്രിസ്തുവിനെ മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രഘോഷിതനായി സുവിശേഷ പ്രാസംഗികനായി മാറുവാനിടയായി തീർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരാളാണ് മദ്രാസിലെ മോൻ. നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും സംഭവമാണല്ലോ തിരുവല്ലായിൽ മീന്തലക്കരയിൽ വെച്ച് നടന്ന ഒരു കൊലപാതകം. മദ്രാസിലെ മോൻ അദ്ദേഹം ജയിലിൽ വെച്ച് ക്രൈസ്തവ സന്ദേശം അദ്ദേഹം അന്നേരം ആദ്യം കേൾക്കുകയല്ല എങ്കിൽ തന്നെയും അവിടെ വെച്ച് തൻ്റെ ജീവിതത്തിന് രൂപാന്തരം വന്നു എന്ന് അറിഞ്ഞ് അനേക സ്ഥലങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് നമ്മളെവിടെയാണെങ്കിലും യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ബൈബിൾ വാക്യങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ ആശ്വാസം നൽകി തരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ വാർത്തയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും വീക്കിലി റൗണ്ടപ്പിൽ കണ്ടുമുട്ടും വരെ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും വന്ദനം അറിയിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടേക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകത്തിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വിവിധ സഭകളിലും സംഘടനകളിലും സ്ഥലങ്ങളിലും നടക്കുന്ന സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ അണിചേർന്നുകൊണ്ട് ഒരു ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് കൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.